ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടി കാണാം. കാരണം ഞാൻ നമ്മളുടെ ആ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, അത്രയ്ക്ക് നല്ല സോഫ്റ്റനായിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല സോഫ്റ്റനായി എന്താ പറയുക, മുടിയുടെ ടെക്സ്ചർ മാറ്റാനും മുടിയുടെ ആ ഒരു എന്താ പറയുക ഇലാസ്റ്റിസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ നമുക്ക് ബെറ്ററായിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് ഉറപ്പായിട്ടും മിസ് ചെയ്യില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. കാരണം എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു ഹെയർ പാക്കാണ്. നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള അമേസിങ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയ്ക്ക് എന്താ പറയുക, മുടിയുടെ ടെക്സ്ചറൊക്കെ മാറി. ആ ഒരു എൻ്റെ മുടിയുടെ തുമ്പത്ത് കുറച്ച് ഡ്രൈനെസ് അധികമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് എന്താ പറയുക കുറച്ച് വർഷമായി ഞാൻ കളർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ കളർ ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു നമ്മൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മൾ മുടിയുടെ ഞാൻ ഇത്ര വെച്ചിട്ടായിരുന്നു അന്ന് ഷോർട്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ടേ നമ്മൾ ഇത്രയും വളർന്നല്ലേ, അപ്പോഴത്തേക്ക് വളർന്ന് ആ ഒരു ഇത് തുമ്പത്തെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആ മുടിയുടെ കുറച്ച് സ്ഥലം മാത്രം എനിക്ക് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാറ്റം തന്നെ, എനിക്ക് നല്ലൊരു മാറ്റം എൻ്റെ ഹെയറിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു വട്ടമെങ്കിലും ഉപയോഗിച്ച് നോക്കുക. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോ തന്നെയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് നമ്മളുടെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഞാൻ നല്ലൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു ഫേസ് പാക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം കൂടി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഞാൻ പറഞ്ഞ കൂട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അരണ്യ. നമ്മൾ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് ഗ്രോത്ത് കുറവാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് ഇതുവരെ സപ്പോർട്ട് തന്നിട്ടുള്ള എല്ലാവരും ഉണ്ട്, എന്നാൽ തന്നെയും എനിക്ക് കുറച്ച് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോഴത്തേക്ക് എല്ലാവരും കുറച്ച് സപ്പോർട്ട് കൂടുതൽ തരിക. എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഹെയർ പാക്കിൽ മെയിനായിട്ട് ഇതാണ് കേട്ടോ. നമ്മളുടെ ഏത്തപ്പഴമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ കൂടുതൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ ഈ വലിയ ഏത്തപ്പഴം തന്നെയായിരിക്കും. സാധാരണ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിത് നന്നായിട്ട് പഴുത്തതാണെങ്കിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് മുടിയുടെ ഇത് പഴത്തിൻ്റെ ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ നമുക്കൊരു എന്താ പറയുക ആ ഒരു നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണം പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കുണ്ടാവും. നമ്മളുടെ മുടിയുടെ ആ ഒരു മാനേജബിലിറ്റി ഷൈനും ഒക്കെ കൂട്ടാനും നല്ല രീതിയിൽ നമുക്ക് ഇത് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാനും സ്കാൽപ്പിന് നല്ലൊരു മോയ്സ്ചർ കൊടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നമ്മളുടെ ഈ ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ. ഇതിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യവും നാച്ചുറൽ ഓയിൽസും നമ്മളെ ഒരു കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ നമ്മളുടെ മുടിയെ സോഫ്റ്റനാക്കാനും നമ്മുടെ മുടിയുടെ ആ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും നല്ല രീതിയിൽ നമ്മളെ സഹായിക്കും. ഇലാസ്റ്റിസിറ്റി കൂട്ടിയാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ മുടിയിൽ എന്താ പറയുക പെട്ടെന്നൊന്നും നമ്മളുടെ മുടി ആ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള മുടി, നല്ല ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള മുടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും വലിച്ചാലൊന്നും പൊട്ടുകയില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കോമ്പ് ചെയ്യുമ്പോഴും ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടികളാണെങ്കിൽ നമുക്ക് ആ ഒരു ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഹെയർ പാക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ നന്നായിട്ട് അത് പോകാതെ നല്ല രീതിയിൽ നമ്മളെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ
അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ഐറ്റം കേട്ടോ. ഇത് നിങ്ങളുടെ മുടിയുടെ അളവനുസരിച്ച് എടുക്കുക. എന്താ നിങ്ങളുടെ നല്ല ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ ഒരു 1-1.5 പഴം എടുക്കാം, കുഴപ്പമില്ല. നല്ല തിക്കും ലോങ്ങും ആയിട്ടുള്ള മുടിയാണെങ്കിൽ. അതല്ല കുറച്ച് ഷോർട്ടായിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒരെണ്ണമോ അല്ലെങ്കിൽ പാതിയോ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ മുടിയുടെ ആ ഒരു കണക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കണക്കിന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പഴം ആദ്യം ഈ മിക്സിഡ് ജാറിലേക്ക് കട്ട് ചെയ്തിടാം, ചെറുതായിട്ട് കട്ട് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ ഒരു നല്ല പേസ്റ്റായിട്ട് കിട്ടാൻ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫുള്ളും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ ഹെയർ പാക്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള അതേ ഐറ്റം തന്നെയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. മുട്ടയാണ്. മുട്ട അത് കഴിഞ്ഞ ഇതിൽ നമ്മൾ ഫുള്ള് ചേർത്തിട്ടില്ലായിരുന്നു, എഗ് വൈറ്റ് മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ള് ചേർക്കുന്നുണ്ട്. ആ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ആ ഒരു യെല്ലോ നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ നല്ലതാണ്, മുടിയുടെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്രാവശ്യം ഞാൻ അതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ എഗ് വൈറ്റ് ഒരു ഫുൾ എഗ്ഗാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ ഹണിയാണ്. ഞാനൊരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണോളം ഹണിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നാണ് നമ്മളുടെ ഇന്നത്തെ 3 ഇൻഗ്രീഡിയൻസ്. ഇത് മാത്രമാണ് നമ്മളിത് മാത്രമാണ് ഇതിൽ വെള്ളം ഒന്നും ചേർക്കാണ്ട് ഇത് മാത്രമാണ് അരച്ചെടുക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ നമ്മളുടെ പഴത്തിനുള്ള അതേ ഗുണങ്ങൾ നമ്മളുടെ ഹണിക്കും ഉണ്ട് കേട്ടോ. അത് നമ്മളുടെ ആ ഒരു മുടിയുടെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നിലനിർത്താനും ഒരു മോയ്സ്ചറും നല്ലൊരു ടെക്സ്ചർ കൊണ്ടുവരാനും ഒക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മുട്ടയുടെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ മുടിക്ക് അത്രയും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള നല്ലൊരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മളുടെ മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ മുട്ട ഫുള്ളുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ എത്രയാണോ സാധാരണ നിങ്ങളുടെ മുടിക്കൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത് ആ ഒരു കണക്കനുസരിച്ച് ചേർക്കുക. ഞാൻ 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1-2 എടുക്കാം. പഴം 1 എണ്ണമോ അല്ലെങ്കിൽ 1.5 നിങ്ങളുടെ മുടിയുടെ ആ ഒരു അളവനുസരിച്ച് എടുക്കാം കേട്ടോ. ഹണി ഞാൻ പറഞ്ഞ ആ ഒരു അളവിന് മതിയാവും, ഒരു ടീസ്പൂൺ അളവിൽ മതിയാവും. അപ്പോൾ ഇത് 3 കൂടിയിട്ട് നമുക്ക് അരച്ച് നല്ലൊരു പേസ്റ്റാക്കി ഒരു സ്മൂത്ത് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അതെ, നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല സ്മൂത്തായിട്ടുള്ള നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സ്മൂത്തായിട്ടുണ്ട്. നല്ല നമുക്ക് അപ്ലൈ ചെയ്യാനും കഴുകി കളയാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും. ഈ ഒരു നമുക്ക് ആ ഒരു മഴ സമയത്തായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല, വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ ഒരു മുട്ടയുടെയും ആ ഒരു പഴത്തിൻ്റെയും തേനിൻ്റെയും ആ ഒരു ഒന്നിച്ച് ചേർന്നിട്ടുള്ള അത് മാത്രമുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ മുട്ട മിക്സിയിൽ അടിച്ച് അതിൽ ആ ഒരു ലൂസായി കഴിയുമ്പോഴത്തേക്കും ആ പഴത്തിന് വേണ്ടത് ആയിക്കഴിഞ്ഞു. പിന്നെ പഴം ഭയങ്കര ഡ്രൈ ഒന്നും അല്ലല്ലോ. അതിൻ്റെ ഒരു ഇത് നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമുക്കതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ദേ നമ്മളുടെ ഹെയർ പാക്ക് കണ്ടോ, അത്രയ്ക്ക് സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഹെയർ പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഞാൻ നന്നായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു താളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ താളിയുടെ നമ്മൾ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ച താളിയല്ല കേട്ടോ, വേറെ ഒരെണ്ണം. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ താളി ഇട്ടത്. അപ്പോൾ അതായിട്ടത് കാരണം മുടി കുറച്ച് ഡ്രൈ ആയിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് അല്ലെങ്കിൽ തന്നെയും നിങ്ങൾ ഏത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്താലും
കുറച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ഫുൾ ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അത് എന്താ പറയുക, നന്നായിട്ട് തികഞ്ഞു. കറക്റ്റ് അളവായിരുന്നു കേട്ടോ. എൻ്റെ ആ ഒരു ലെങ്ത് ഉള്ളവരും ആ ഒരു തിക്നെസ് ഉള്ളവർ ആ ഒരു അളവിൽ എടുത്താൽ മതിയാവും. ഞാൻ എടുത്ത ആ ഒരു അളവിൽ തന്നെ എടുത്താൽ മതിയാവും കേട്ടോ. എൻ്റെ ഫുൾ സ്കാൽപ്പിലും ഫുൾ ഹെയറിലും എനിക്ക് തേക്കാൻ അത് കറക്റ്റായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിതൊരു എന്താ പറയുക, ഒരു 20 to 30 മിനിറ്റ്സ് വെക്കും. അപ്പോൾ അത്രയും സമയം വയ്ക്കാൻ ശ്രമിക്കുക. മുടി നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെയർ പാക്കല്ലേ. അപ്പോൾ അത് ആ ഒരു സമയം കറക്റ്റാണ്. ആ ഒരു 20 to 30 മിനിറ്റ്സ് എന്തായാലും നമ്മൾ വെച്ചിരിക്കണം. പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ കഴുകിക്കളയുകയാണെങ്കിൽ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവാം. നിങ്ങൾ ഒരു വീക്ക്ലി വൺസ് എങ്കിലും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമേസിങ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനതൊരു 30 മിനിറ്റ്സ് മാക്സിമം ഞാൻ വെക്കും. അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റില്ല. അത്രയും സമയം വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എങ്ങനെയുണ്ട്? എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. കാരണം നിങ്ങൾ അറിയിക്കുന്നത് വെച്ചിട്ട് നിങ്ങളുടെ സജഷൻസും കൂടിയിട്ട് വേണം എനിക്ക് അടുത്ത പോകെ വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ മാറണം എന്ന് താല്പര്യമുണ്ട്, അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ ഉറപ്പായിട്ടും മറുപടി തരും. നിങ്ങൾക്ക് എന്താ പറയുക, യൂസ്ഫുള്ളായിട്ട് ഞാൻ അതിന് പറ്റിയ വീഡിയോസും ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മളിതിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഏത്തപ്പഴത്തിൻ്റെയും എന്താ പറയുക, തേനിൻ്റെയും മുട്ടയുടെയും ഒക്കെ ഗുണങ്ങൾ നമ്മളത് ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് മുടിയിലായാലും ഫേസിലായാലും അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു അമേസിങ് റിസൾട്ട് തരുന്ന നല്ലൊരു എന്താ പറയുക, നല്ല കുറച്ച് 2-3 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫേസ് പാക്ക് പോലെ ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഏത്തപ്പഴം അത് ഉടച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പീലാണെങ്കിൽ അത് ബെസ്റ്റാണ്. നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലിയില്ലേ അത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് റൗണ്ടിൽ നമ്മൾ സ്ക്രബ് ചെയ്യില്ലേ, അതേ കണക്ക് ഇപ്പോൾ 2 കയ്യിൽ ഓരോ പീസ് എടുക്കുക, അതിൽ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ എന്തായാലും മസാജ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങനെ ഒരു എക്സ്ട്രാ ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ 6 to 10 മിനിറ്റ്സ് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പ്ലെയിൻ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കളയുക. നല്ല അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇതിൻ്റെയും റിസൾട്ട് നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അറിയിക്കുക. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് റിസൾട്ട് കിട്ടി, എന്നാലും എനിക്കത് കൂടുതൽ ഇതായിട്ട് തോന്നുക കുറച്ച് എന്താ പറയുക, ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും. ഓയിലിയും നല്ലതാണ്, എന്നാൽ തന്നെയും പാല് കൂടുതലും സ്യൂട്ടാവുക നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും, നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ആ ഒരു ഫേസ് മാസ്കും ആ ഒരു ഫേസ് പാക്കും നമ്മളുടെ ഹെയർ മാസ്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണും വരെ. ബൈ.